ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജപ്പാൻ സന്ദർശിച്ചു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നാളെ ചൈനയിലേക്ക് പോവുകയാണ്. അതായത് ദക്ഷിണ ഏഷ്യയിൽ ഇന്ത്യ എന്നും ഒരു വലിയ സാമ്പത്തിക ശക്തിയാണെങ്കിലും അയൽക്കാരെ ചേർത്ത് നിർത്തുക എന്നൊരു വിദേശ നയത്തിലേക്ക് ഇന്ത്യ മാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അത് നമുക്കറിയാം, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യ എതിർത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അത് ചൈന ആയിക്കൊള്ളട്ടെ, അത് ബംഗ്ലാദേശ് ആയിക്കോട്ടെ, തൊട്ടിപ്പുറത്ത് കിടക്കുന്ന പാകിസ്ഥാൻ ആയിക്കൊള്ളട്ടെ, ഒരുപാട് രാഷ്ട്രങ്ങൾ ഇന്ത്യക്കെതിരെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രധാനമായും അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. അത് അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടായിരുന്നു. പക്ഷേ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറി രണ്ടാം ഘട്ടത്തിൽ, ആദ്യഘട്ടത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അമേരിക്കയെ പിന്താങ്ങിക്കൊണ്ട് പിന്നീടുള്ള ഘട്ടങ്ങളിലെല്ലാം നിന്നത്. പക്ഷേ രണ്ടാമത്തെ ഘട്ടത്തിൽ അദ്ദേഹം വരികയും ഇന്ത്യക്ക് മേൽ വലിയ സാമ്പത്തിക സമ്മർദ്ദം ഏൽപ്പിക്കുന്നു. ഓൾറെഡി താരിഫുണ്ട്, അതിൻ്റെ പുറകെ 25% താരിഫ്, അതിൻ്റെ പുറകെ അധികം പിഴച്ചുങ്കം എന്ന രീതിയിൽ വീണ്ടും 25% താരിഫ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ അങ്ങനെ വരുന്നൊരു ഘട്ടത്തിൽ ഇന്ത്യക്ക് ഇനി അമേരിക്കയെ നമ്പാൻ കൊള്ളില്ല എന്ന് മനസ്സിലാക്കുകയും മാത്രമല്ല, ഇന്ത്യ പൂർണ്ണമായും അർത്ഥത്തിൽ മറ്റേതെങ്കിലും ഒരു സാമ്രാജ്യത്വ ശക്തിക്ക് കീഴ്പ്പെട്ട് നിൽക്കേണ്ട ഒരു രാജ്യമല്ല. നമുക്ക് പൊട്ടൻഷ്യൽ ഉണ്ട്, നമ്മളുടെ വിപണി വളരെ വലുതാണ്, നമുക്ക് അസംസ്കൃത വസ്തുക്കളുണ്ട്, ആത്മനിർഭർ ഭാരത് പോലെയുള്ള വലിയ എന്താ പറയുക പൊട്ടൻഷ്യലുള്ള വലിയ ദീർഘദൂരമായ ലക്ഷ്യമുള്ള പദ്ധതികളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തിനാണ് മറ്റാരെങ്കിലും പറയുന്ന ഇക്വേഷൻസിനകത്ത് നിൽക്കേണ്ടത്? നമുക്ക് എപ്പോഴും ഈ ജിയോ പൊളിറ്റിക്കലിൽ രക്ഷപ്പെട്ടു പോയ രാഷ്ട്രങ്ങൾ ആരൊക്കെയാണ്? ആ രാഷ്ട്രത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഏതെങ്കിലും രാഷ്ട്രം നിന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർ വിജയിച്ചിട്ടുള്ളൂ. മറ്റാരെങ്കിലും രാഷ്ട്രത്തിന് ചട്ടുകമായോ പാവകളെ പോലെ നിന്നിട്ടുള്ള ഒരു രാഷ്ട്രവും വിജയിച്ച ചരിത്രവുമില്ല. അതുകൊണ്ട് ഇന്ത്യ ആ ഒരു സ്റ്റാൻഡിലേക്ക് മാറിയിരിക്കുന്നു. നമുക്കറിയാം, പാകിസ്ഥാനെ ഏറ്റവും അധികം ഇന്ത്യനെ ആക്രമിക്കാൻ പിന്തുണച്ച രാഷ്ട്രങ്ങളിൽ ഒന്ന് ചൈനയായിട്ട് പോലും ഇന്ത്യ ചൈനയുടെ മാർക്കറ്റിനോട്, അല്ലെങ്കിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധങ്ങളോട്, വിപണി വ്യാപാരങ്ങളോടൊക്കെ ഇന്ത്യ ചേർന്ന് നിൽക്കാൻ പോകുന്നു. ഷാങ്ഹായ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കാൻ പോകുന്നു. അത് 7 വർഷത്തിന് ശേഷമാണ്. അതിനിർണായകമായ തീരുമാനമാണ്. അതിനുശേഷം റഷ്യയുമായി ചർച്ചയിലേക്ക് വരുന്നുണ്ട്. ആകെ മൊത്തത്തിൽ ഇന്ത്യ അങ്ങനെ യൂറോപ്പിൻ്റെ സാമ്രാജ്യത്വത്തിൻ്റെ ഒന്നും ഭീഷണിക്ക് നിൽക്കുന്നതല്ല, മറിച്ച് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പരമാധികാര രാജ്യമാണെന്നുള്ളൊരു പ്രഖ്യാപനമാണ് മോദി നടത്തുന്നതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എന്താണ് ഇപ്പോഴുള്ളൊരു ലോക സാഹചര്യത്തെ, ഇന്ത്യയുടെ ഒരു മൂവിനെ എങ്ങനെയാണ് ആഷിഖ് ഒബ്സർവ് ചെയ്യുന്നത്? അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ രണ്ടാം ഘട്ടത്തിൽ കയറിയത് മുതൽ അത്ര സുഖകരമായിട്ടല്ല ഇന്ത്യയോടുള്ള സമീപനം. മൈ ഫ്രണ്ട് എന്ന് വിളിച്ച് മോദിയെ ചേർത്ത് നിർത്തിയിരുന്ന ആള് പിന്നെ പതുക്കെ അകറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇന്ത്യയോടൊരു ഒരു വ്യത്യസ്ത നിലപാടിലേക്ക് ട്രംപ് പോകാൻ തുടങ്ങി. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൻ തൊട്ടാണ് ഇത് വളരെയധികം വഷളാവാൻ തുടങ്ങിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതിനിടയിൽ കിടന്ന് ഒരാളാവാനുള്ള ശ്രമം, അല്ലെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാനുള്ള ശ്രമം, ആ ഒരു ശ്രമത്തോടു കൂടി തന്നെ ഇന്ത്യക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി ട്രംപിൻ്റെ പോക്ക് ശരിയല്ല. അതിനുശേഷം അവരുടെ സൈനിക മേധാവി, പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അസീം മുനീറിനെ വിളിച്ച് അവിടെ വലിയ ട്രീറ്റ് കൊടുക്കുന്നു, അവരുമായി ബന്ധം സ്ഥാപിക്കുന്നു. അതിനുശേഷം പാകിസ്ഥാൻ്റെ സൈനിക മേധാവി പറയുന്നു ട്രംപിന് നൊബേൽ പ്രൈസ് കൊടുക്കണമെന്ന് പറഞ്ഞ് നോമിനേറ്റ് ചെയ്യുന്നു. അത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളെല്ലാം നമ്മൾ വീക്ഷിച്ചു വരുന്നുണ്ട്. അതിനുശേഷമാണ് ഇന്ത്യയോടുള്ള ഈ താരിഫ് യുദ്ധം ട്രംപ് തുടങ്ങി വെക്കുന്നത്. ഇന്ത്യ അതിനോട് സ്വീകരിച്ച നിലപാട് ശരിക്കും ഒരു ഇന്ത്യൻ എന്ന നിലയ്ക്ക് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്നൊരു നിലപാടായിരുന്നു. കാരണം ആരുടെ മുന്നിലും തലകുലിക്കില്ല. അത് ലോകത്തെ എത്ര വലിയ ഭരണാധികാരിയാണെങ്കിലും എത്ര വലിയ രാജ്യമാണെങ്കിലും ഇന്ത്യ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സ്വയം വളരാൻ അറിയാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നട്ടലോടെ നിവർന്നു നിൽക്കാൻ അറിയാം എന്ന രീതിയിലാണ് നരേന്ദ്രമോദി ഇതിനോടെല്ലാം പ്രതികരിച്ചത്. അത് വളരെ അഭിനന്ദനാർഹമായ ഒരു പ്രവൃത്തിയാണെന്ന് നമുക്ക് നോക്കിക്കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ അതിനോട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം ആ സമീപനത്തിനോട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. കാരണം എന്ത് നിലപാടെടുത്താലും, ട്രംപിനെതിരെ എന്തൊക്കെ നിലപാടെടുത്താലും രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന ആ ഒരു ഐക്യം അവിടെ രാഹുൽ ഗാന്ധി എടുത്തു. മറ്റ് പല കാര്യങ്ങളിലും രാഹുൽ ഗാന്ധി എതിർത്തെങ്കിലും ഈ ഒരു കാര്യത്തിൽ വളരെ ആത്മാർത്ഥമായി തന്നെ മികച്ച ഒരു തീരുമാനം പ്രതിപക്ഷത്തു നിന്നും ഉണ്ടായി. അതിനുശേഷമാണ് നരേന്ദ്രമോദി മറ്റ് രാജ്യങ്ങളുമായി കൂടുതൽ വ്യാപാര കരാറുകൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ വ്യാപാരത്തിന്റെ സാധ്യതകൾ പരിശോധിക്കാനും വേണ്ടി മറ്റ് രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തത്. നമുക്കറിയാം, നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് മോദി ചെയ്യുന്ന ഒരു പരിപാടി പല രാജ്യങ്ങളുമായി നേരിട്ട് ചെന്ന് അവിടെ ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്നത്. മറ്റ് പല രാജ്യങ്ങളുടെയും പ്രസിഡന്റുമാർ ഒരു മധ്യസ്ഥൻ എന്ന രീതിയിൽ മോദിജിയോട് വേണമെങ്കിൽ സംസാരിക്കാം എന്ന രീതിയിലൊക്കെയുള്ള കമന്റുകൾ വരുന്നത് കണ്ടു. ട്രംപിനോട് സംസാരിക്കാൻ നമ്മളില്ല, വേണമെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദിയോട് സംസാരിക്കാം എന്ന രീതിയിലൊക്കെയുള്ള പ്രതികരണങ്ങൾ കണ്ടു. അപ്പോൾ ഇത് നേരിട്ട് ചെന്ന് അവിടെ സംസാരിക്കുമ്പോൾ, അവിടെ സൗഹൃദം ഉണ്ടാക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ആണ്. ഈ ട്രംപ് 25% അധിക പിഴച്ചുങ്കം പ്രഖ്യാപിച്ചപ്പോൾ, ഒരു 50% പിഴച്ചുങ്കം ആയപ്പോൾ ട്രംപ് വിചാരിച്ചു നമ്മൾ വിധേയപ്പെട്ട് ട്രംപിന്റെ കാല് പിടിക്കാൻ പോകും എന്നാണ് ട്രംപ് വിചാരിച്ചതെങ്കിൽ തെറ്റി.
അതിനോട് തീർത്തും അവഗണിക്കുന്ന രീതിയിലായിരുന്നു മറുപടി. ഇത് നിങ്ങൾ കാല് പിടിക്കാൻ വരുന്നില്ലേ എന്ന് ചോദിച്ച് ട്രംപ് 4 തവണ വിളിച്ചിട്ട് പോലും നമ്മൾ ഫോൺ എടുത്തില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരിക്കലും ട്രംപിന് വിധേയപ്പെടാൻ ഇന്ത്യ ഒരുക്കമായിരുന്നില്ല. അതുപോലെ തന്നെ എടുത്ത് പരിശോധിക്കുമ്പോൾ എല്ലാ വ്യവസായികളും ഇന്ത്യ എടുത്ത ഈ നിലപാടിനൊപ്പം സഞ്ചരിക്കുന്ന ഒരു പ്രക്രിയയാണ് കാണുന്നത്. കാരണം മറ്റ് വിപണി സാധ്യതകൾ പരിശോധിക്കുക. ഇതുവരെ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന സാധനങ്ങൾ അവിടേക്ക് തന്നെ അയച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വ്യവസായികളെല്ലാം ചെയ്തത്. കാരണം അത് വലിയ വിപണിയാണെന്നുള്ളത് കൊണ്ട് തന്നെ അവിടേക്ക് മാത്രമായി ഒതുങ്ങിക്കൂടുക. ഇപ്പോഴാണ് നമ്മുടെ വ്യവസായികളെല്ലാം മറ്റ് രാജ്യങ്ങളുടെ സാധ്യതകൾ പഠിക്കുന്നു, അവിടേക്കുള്ള മാർക്കറ്റ് തുറക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെ മറ്റ് സാധ്യതകൾ പരിശോധിക്കുന്നത്. ഇതൊരു വലിയ തിരിച്ചടി തന്നെയാണ് ഇന്ത്യക്ക്. എങ്കിൽ പോലും അതാരും തിരിച്ചടിയായിട്ട് കാണാതെ ഒരു പ്രതിസന്ധി വരുമ്പോഴാണ് നമ്മളെല്ലാവരും മാറി ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഉയർന്നു പറക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കരുത്ത് ആർജിക്കുന്നത് എന്ന് പറയാം. ഇതിനെ ഇന്ത്യ ഓവർകം ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായും അമേരിക്കയ്ക്ക് മുന്നിൽ അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ ഇന്ത്യ വലിയൊരു സാമ്പത്തിക ശക്തിയായി വളരും എന്ന് തന്നെയാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും. പക്ഷേ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ പൊട്ടൻഷ്യൽ അത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കൂടി സാധിച്ചു എന്നുള്ളതുണ്ട്. നമ്മൾ ഇത്ര നാൾ തിരിച്ചറിഞ്ഞിരുന്നില്ലേ എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, ലോകത്തിന്റെ മരുന്ന് ഫാക്ടറിയാണ് ഇന്ത്യ. ഏറ്റവും അധികം ഇപ്പം ചൈനയിൽ നിന്ന് വരുന്ന ബേസിക് അസംസ്കൃത വസ്തുക്കൾ സംയോജിപ്പിച്ച് അത് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലേക്ക് വിപണി കണ്ടെത്തി കൊടുക്കുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. പ്രധാനമായും ഇപ്പോൾ ഇന്നലെ അടക്കം ചർച്ചകളിലൊക്കെ നമ്മുടെ കിറ്റക്സിന്റെ സാബു അദ്ദേഹം നടത്തിയ ഒരു വലിയ പ്രസ്താവന ഉണ്ട്. അതായത് ഈ അമേരിക്കയ്ക്കുള്ളൊരു ബൈയിങ് കപ്പാസിറ്റി, അതായത് ലാർജ് ആയിട്ടുള്ള വലിയൊരു ട്രില്യൺസ് ഓഫ് എന്താ പറയുക മൊത്തം സാമ്പത്തികമായിട്ടുള്ള സാമ്പത്തിക ശക്തിയാണ് അമേരിക്ക. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ മറ്റേതൊരു രാജ്യത്തേക്കാൾ കൂടുതൽ ബൾക്കായി, അത് ഹ്യൂജ് എമൗണ്ടിൽ സാധനങ്ങൾ വാങ്ങാനുള്ള വാങ്ങൽ ശേഷി വളരെ കൂടുതലുള്ള ഒരു രാജ്യമാണ്. അപ്പം അങ്ങനെയുള്ളൊരു എക്കോണമിയെ ട്രസ്റ്റ് ചെയ്തിരുന്ന ഇടത്താണ് ഇപ്പോൾ പ്രതിസന്ധി വന്നത്. കെട്ടിക്കിടക്കുന്ന ലോഡുകൾ, അതിപ്പോൾ നമ്മുടെ സീ ഫുഡ് ആയിക്കൊള്ളട്ടെ, തുണിത്തരങ്ങളായിക്കൊള്ളട്ടെ, അതൊക്കെ വലിയ രീതിയിൽ ഈ താരിഫുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രൊഡക്ട്സിന് തിരിച്ചടിയാവുന്ന ഈ സാഹചര്യത്തിൽ നമുക്കൊരു ചാൻസ് ആണ്, അതായത് പുതിയ മാർക്കറ്റുകൾ കണ്ടുപിടിക്കുക. ഇപ്പോൾ അദ്ദേഹം അതിന് പറഞ്ഞ കുറച്ച് മറുപടികളുണ്ട്. അമേരിക്കയിൽ ഞങ്ങൾ കയറ്റുമതി ചെയ്തിരുന്നു, അപ്പോൾ വലിയൊരു തിരിച്ചടി വന്നു. ആ തിരിച്ചടി വന്നപ്പോൾ ഞങ്ങൾ തിരിച്ചറിഞ്ഞത് എന്തുകൊണ്ട് ഇന്ത്യയിൽ പുതിയ മാർക്കറ്റ് ഞങ്ങൾക്ക് ഓപ്പൺ ആക്കിക്കൂടാ. അങ്ങനെ അവർ ആദ്യമായി ഒരു കടയിട്ടു, ഇവരുടെ കിറ്റക്സിന്റെ കുട്ടികളുടെ തുണിത്തരങ്ങൾക്ക് വേണ്ടി ബ്രാൻഡായി മാത്രം. അവിടുത്തെ വിറ്റുവരവ് 15 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇവർ വിചാരിക്കുന്നത് അടുത്ത 6 മാസം, അതിൻ്റെ തൊട്ടടുത്ത മാസം, 2 ഘട്ടങ്ങളിലായി ഇന്ത്യയിൽ മുഴുവനുമായി 1 ലക്ഷത്തിലധികം ഷോപ്പുകൾ ഇവർ ആരംഭിക്കുക എന്ന രീതിയിലേക്ക് ഇവർ വരികയാണ്. അതായത് നമ്മുടെ ആഭ്യന്തര വിപണി തന്നെ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കയറ്റുമതി ചെയ്യുന്ന പല പല കാര്യങ്ങളുണ്ട്. ഇപ്പം രത്നക്കല്ലുകൾ, വജ്രങ്ങൾ, കട്ട് ചെയ്ത സ്റ്റോണുകൾ, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അൺഅഡ്രസ്ഡായി പോകുന്ന കുറച്ച് മേഖലകളുണ്ട്. ഇപ്പോൾ തുണിത്തരങ്ങൾ മാത്രമല്ല, ഇന്ത്യ വലിയ തോതിലുള്ള എന്താ പറയുക കയറ്റുമതി ചെയ്യുന്ന ഒരുപാട് മേഖലകളിലൊക്കെ തിരിച്ചടികൾ നമുക്ക് ഉണ്ടാകുമ്പോൾ ഫിജി പോലെയുള്ള, അല്ലെങ്കിൽ നീ പറഞ്ഞതുപോലെ ബ്രസീൽ പോലെയുള്ള, അല്ലെങ്കിൽ ചെറിയ ചെറിയ ദ്വീപുകൾ പോലെയുള്ള ഇടങ്ങളിലേക്ക്, ആഫ്രിക്കൻ മാർക്കറ്റുകളും നമ്മളിതിൽ എക്സ്പ്ലോർ ചെയ്തിട്ട് പോലുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ അൺഅഡ്രസ്ഡായി പോയ ഇടങ്ങളിലേക്ക് ഇന്ത്യക്ക് മാർക്കറ്റുകൾ കണ്ടെത്താനുള്ളൊരു സാഹചര്യം, അതായത് നമ്മൾ ആ താരിഫ് യുദ്ധത്തെ നമ്മൾ നേരിടുന്നത് മറ്റു മാർക്കറ്റുകൾ കണ്ടുപിടിച്ചു. അപ്പോൾ എന്താണ് ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ, എവിടെയൊക്കെ നമുക്ക് പുതിയ മാർക്കറ്റുകൾ തുടരാൻ സാധിക്കും? ഇത് ആഗോളവൽക്കരണം കൊണ്ടു തന്നിട്ടുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയെ അമേരിക്ക എന്ന് പറയുന്ന വലിയൊരു ശക്തിക്ക് മുന്നിൽ ഇന്ത്യ നിലനിൽക്കുകയായിരുന്നു. അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് പൂർണ്ണമായും മാറിക്കൊണ്ട് പുതിയ മാർക്കറ്റുകൾ, ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, ഇന്ത്യയുടെ സാധനങ്ങൾ മേടിക്കാൻ ഇവിടെ മാർക്കറ്റുകൾ ഉണ്ട് എന്ന് ട്രംപിനോട് പറഞ്ഞു കൊടുക്കാൻ കൂടി നമുക്ക് സാധിക്കുന്നുണ്ട്. മാത്രമല്ല ജയശങ്കർ, നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ പറഞ്ഞൊരു കാര്യമുണ്ട്. യൂറോപ്പിൻ്റെ പ്രശ്നം അത് ലോകത്തിൻ്റെ പ്രശ്നമാണെന്നാണ് യൂറോപ്പ് വിചാരിക്കുന്നത്. ലോകത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഒന്ന് മാത്രമാണ് യൂറോപ്പിൻ്റെ പ്രശ്നം എന്നാണ് യൂറോപ്യൻ നേഷൻസ് മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അതായത് അടിസ്ഥാനപരമായി യൂറോപ്പ് രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഈ സാമ്പത്തിക ഭീമന്മാരുടെ വിചാരം അവരുടെ പ്രശ്നങ്ങളല്ല, അത് മാത്രം അഡ്രസ്സ് ചെയ്താൽ മതി എന്നുള്ളതാണ്. ഇന്ത്യ അതിന് തിരിച്ചു മറുപടി വരുന്നുണ്ട്. നിങ്ങൾ ഞങ്ങളെ എന്ത് ആയി കാണുക, ഞങ്ങളെ തുല്യരായി കാണുക, സമന്മാരായി കണ്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ അടിയാളന്മാരായി കാണരുന്നൊരു നയത്തിലേക്ക് ഇന്ത്യ പോകുന്നത് ഒരു വലിയൊരു പാരഡൈം ഷിഫ്റ്റാണ്, വലിയൊരു ചേഞ്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ നരേന്ദ്രമോദിക്കുള്ള ആത്മവിശ്വാസം, തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മുടെ GDP-യെ ബാധിക്കും. വളരെ ചെറിയ തോതിലാണെങ്കിൽ പോലും അതിൻ്റെ റിഫ്ലക്ഷൻസ് ഇവിടെ ഉണ്ടാകും. പക്ഷേ വളരെ ഷോർട്ട് ടൈമിൽ നമുക്ക് പുതിയ മാർക്കറ്റുകൾ കണ്ടെത്താനും ഇൻ എ ലോങ് ഷോട്ടിൽ
നമുക്ക് നമ്മുടെ ആത്മനിർഭർ ഭാരതമുള്ള മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്റ്റുകൾ പോലെ ഇന്ത്യയിൽ തന്നെ അസംസ്കൃത വസ്തുക്കളിൽ നിന്ന് തന്നെ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അതിനുള്ളിൽ തന്നെ ഒരു ആഭ്യന്തര വിപണിയെ നമുക്ക് ശക്തിപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പം ഇന്ത്യ രണ്ട് തരത്തിലാണ് മാറുന്നത്. ഒന്ന് ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യക്ക് അനുകൂലമായി നിലനിൽക്കുന്ന രാജ്യങ്ങളോട് മാത്രമായി ചേർന്ന് നിൽക്കുക, നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്ന രീതിയിൽ ബെനിഫിഷ്യൽ ആവുന്ന കമ്മിറ്റ്മെന്റ്സിനോട് മാത്രം മുന്നോട്ട് പോകുക. രണ്ട്, ഇന്ത്യയുടെ ആഭ്യന്തര വിപണിയുടെ പൊട്ടൻഷ്യൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്, അതിനെ മേക്കപ്പ് ചെയ്തെടുത്ത് കൊണ്ടുവരിക. ഏറ്റവും പ്രധാനമായി ഏറ്റവും അധികം യുവജനങ്ങളുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. അപ്പോൾ അത്രയും അധികം യുവജനങ്ങളുടെ സമ്പത്ത് കൂടി ഉള്ള ഒരു സ്ഥിതിക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം യുവജനങ്ങളെ എക്യുപ്പൈ ചെയ്തെടുക്കുക, അതായത് നമ്മൾ അവരെ കുറച്ചുകൂടി പ്രൊഫഷണൽസ് ആക്കി എടുക്കുക. അതുകൊണ്ട് അവരെയും കൂടി ഉത്തേജിപ്പിക്കുന്ന തരത്തിൽ, അവരെയും കൂടി പറഞ്ഞ് മനസ്സിലാക്കുന്ന തരത്തിൽ കാര്യങ്ങളെ കൊണ്ടുപോവുക. ഇത്തരത്തിൽ പല മേഖലകളിൽ പല രീതിയിൽ ഇന്ത്യ എന്നൊരു രാജ്യം വളരുകയും മാറുകയും ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക ശക്തിയായി മാറുകയും അതൊരു പക്ഷേ ചൈനയ്ക്ക് തൊട്ടു താഴെ വരുന്ന തരത്തിലേക്ക് കുറച്ച് നാളുകൾക്കുള്ളിലും ഒന്ന് മനസ്സ് വെക്കുകയും ഒന്ന് മനസ്സിരുത്തിയാൽ ചിലപ്പോൾ അതിനേക്കാൾ മുകളിലേക്ക് ഇന്ത്യക്ക് വളരെ വേഗം പോകാൻ സാധിക്കും എന്ന രീതിയാണ് നമുക്ക് ആകത്തുകയിൽ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും എന്തായാലും ട്രംപിന്റെ ഈ തീരുമാനങ്ങൾ എന്തായാലും ഇന്ത്യക്ക് ഗുണം ചെയ്യുകയുള്ളൂ. കാരണം മറ്റൊരു രീതിയിൽ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ മനുഷ്യ പറഞ്ഞതുപോലെ യുവാക്കളുടെ ഒരു സാന്നിധ്യം, ഇപ്പോൾ യുവാക്കളെല്ലാം വിദേശത്ത് പഠിക്കാനായി കൂടുതൽ അവസരങ്ങൾ തിരഞ്ഞെടുത്ത് വിദേശത്ത് പോയി പഠിച്ച് അവിടെ തന്നെ ജോലി ചെയ്ത് വരുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. പക്ഷേ കുടിയേറ്റ നിയമങ്ങളെല്ലാം ശക്തമായതോടുകൂടി UK പോലുള്ള രാജ്യങ്ങൾ ശക്തമാക്കിയതോടുകൂടി ഇവർക്ക് അവിടെ പഠിക്കാനുള്ള അവസരം കിട്ടുമെങ്കിലും അവിടെ ജോലിക്ക് കയറാൻ അല്ലെങ്കിൽ വിസയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു. അതുകൊണ്ട് തന്നെ വലിയ എമൗണ്ട് ഓഫ് വിദ്യാർത്ഥികളാണ് അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു പഠനം കഴിഞ്ഞ് അവർ ബിരുദധാരികളായി തിരിച്ചു വരുന്നത്. ആ തിരിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ യുവാക്കൾക്ക് ഇന്ത്യയിൽ തന്നെ ഇനി ജോലി നോക്കേണ്ടി വരും. അത് ഇന്ത്യക്ക് വളരെയധികം ഗുണം ചെയ്യും. കാരണം അവർ അവിടെ പോയി പഠിച്ചു വന്ന അവരുടെ സ്കില്ല് ഇന്ത്യക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടി വരും. അത് ഇന്ത്യയിലെ യുവാക്കൾ ഇത്തരത്തിലുള്ള ഒരു പ്രവണതയിലേക്ക് മാറുന്നതോടുകൂടി ആ മേഖലകളിലും ഇന്ത്യ വളരെയധികം കരുത്താർജിക്കും. ഇതെല്ലാം പ്രതിസന്ധിയാണ്. ഇപ്പോൾ യുവാക്കൾക്ക് അവിടെ ജോലി ലഭിക്കാതെ ഇവിടേക്ക് വരുന്നു എന്ന് പറയുന്നത് അവർക്ക് നേരിടുന്ന പ്രതിസന്ധിയാണ്. പക്ഷേ ആ പ്രതിസന്ധികളെല്ലാം നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഈ കച്ചവടക്കാരുടെ അടുത്ത ഒരു സമീപനമുണ്ട്. കാരണം ഭരണകൂടത്തെ കുറ്റപ്പെടുത്താതെ, ഇപ്പോൾ ഈ പ്രതിപക്ഷമായാലും ഈ ട്രംപിന് വിധേയപ്പെടാതെ ഈ അഹങ്കാരം കാണിച്ചു എന്ന രീതിയിലൊന്നും ഇവിടെ സംസാരം വരുന്നില്ല. കാരണം ഇന്ത്യ ഒരു നിലപാടെടുക്കുമ്പോൾ നമ്മളെല്ലാം ഇന്ത്യക്കാരാണ് എന്ന ആ ഒരു വികാരത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്ത് നിലപാടെടുത്താലും ശക്തിയായി കൂടെയുണ്ട് എന്ന നിലപാടാണ് എല്ലാ വ്യവസായികളും കാണിച്ചത്. കാരണം പ്രതിസന്ധിയാണ്, അവരുടെ സ്റ്റോക്ക് എല്ലാം കെട്ടിക്കിടക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഇത് പരിഹരിക്കാനുള്ള ഒരു സമീപനത്തോടൊന്നല്ല അവർ കൈകൊള്ളുന്നത്. എന്ത് ഇന്ത്യ തീരുമാനമെടുക്കുന്നു അതിന് കൂടെ മറ്റ് സാധ്യതകൾ പരിശോധിക്കുന്നു, ഇന്ത്യയിൽ തന്നെ വിറ്റഴിക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നു. ഇതെല്ലാം ഇന്ത്യക്ക് വളരെയധികം ഗുണം ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഇതിനെ ഓവർകം ചെയ്താൽ ഇപ്പോൾ മറ്റേ ആയുധം ഉണ്ടാക്കുന്ന നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ പോലെയുള്ള ആയുധ മേഖല ഇന്ത്യക്ക് വളരെ കരുത്ത് പകരുന്നുണ്ട്. പലരും ഇന്ത്യയിലേക്ക് ഓർഡറുമായി വരുന്നുണ്ട്. ഇന്ത്യയുടെ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തെളിയിച്ചതാണ്, നമ്മുടെ ശക്തി എന്താണെന്ന് തെളിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ആ മേഖലയിലും ശക്തി ആർജിക്കുന്നുണ്ട്. പല മേഖലകളിലും ഇന്ത്യ ശക്തി ആർജിക്കുന്നത്. ഇനി അമേരിക്കയ്ക്ക് മുകളിൽ ഒരുപക്ഷെ ഇന്ത്യ വരും എന്ന പേടി ട്രംപിന് ചെറുതായെങ്കിലും വന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മോദിയെ ബന്ധപ്പെടാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് എന്നറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇത് തരണം ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയെ പിന്നെ തടുക്കാൻ മറ്റു ലോകരാജ്യങ്ങൾക്ക് കഴിയില്ല എന്ന് തന്നെ വേണം പറയാൻ.